ഹായ് കൂട്ടുകാരെ, ജയസ് ഗാർഡൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ കാണിക്കുന്ന ഒരു വളക്കൂട്ട് ഉണ്ടാക്കി വെക്കുന്ന വിധാനം. ഞാനിപ്പോൾ ഇതിനകത്ത് കുറേശ്ശെ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1 കിലോ ചാണകപ്പൊടി എടുക്കുക, 1 കിലോ വെർമി കമ്പോസ്റ്റ്, എല്ലുപൊടി 1/2 കിലോ, വേപ്പിൻ പിണ്ണാക്ക് 1/2 കിലോ, കുറച്ച് മുട്ടത്തോട് പൊടിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കാം. ചില ചെടികൾക്കൊക്കെ നമ്മൾ ആദ്യമായിട്ട് എല്ലുപൊടി ചേർക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആക്ഷൻ മൂലം ചിലപ്പോൾ അത് കേടുപറ്റാം. അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ ഈ ചാണകപ്പൊടി ചേർക്കുമ്പോഴത്തേക്ക് മണ്ണിൽ നമ്മുടെ ഡ്രെയിനേജിന് വളരെ നല്ലതാണ്. കമ്പോസ്റ്റിൽ നല്ല മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്, എല്ലുപൊടിയിൽ കാൽസ്യം ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ചെയ്യുന്ന വിധമൊന്ന് കാണിച്ചു തരാവേ. ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പുതിയതായിട്ട് വേര് പിടിച്ച ചെടികൾ മാത്രമേ ഇതിനകത്ത് വെക്കാവുള്ളൂ കേട്ടോ. വേര് പിടിപ്പിക്കാൻ വേണ്ടി ഈ മിശ്രിതം യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചെടികൾ വാങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ആവശ്യമായ മണ്ണും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ 2 കപ്പ് മണ്ണെടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഈ മിശ്രിതം ചേർക്കുക, 1 കപ്പ് മണൽ. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെടികൾ നടാവേ. അപ്പോൾ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടോ. ഞാനിത് ചെടി നടുന്നതും കാണിച്ചു തരാം നിങ്ങളെ. പിന്നെ നല്ല വേരോട്ടൊക്കെ വെച്ച് നല്ല കിളിർത്ത ചെടികളുടെ ചോട്ടിലൊക്കെ കുറച്ച് അകത്തി ഈ മിശ്രിതം കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നതും നല്ലതാണ്. അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്കിത് ചെടി നടാം കേട്ടോ. ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. അപ്പം ഇത് ഞാനൊരു പുതിയ പോട്ടിലോട്ട് കാണിച്ചു തരാം നടുന്നവരെ. ഇത് ഒത്തിരി വേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് വേരൊക്കെ മുറിച്ച് കളയാൻ പറ്റത്തില്ലേ. ഇത്ര വേര് മതി കേട്ടോ. എടുത്തിരിക്കുന്ന പോട്ട് ഇതാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഒഴുകി പോകുന്ന മണ്ണ് തന്നെ എടുത്തിരിക്കുന്നത്. കുറച്ച് കരികിലൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ അടിയിൽ കുറച്ച് കരികിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യമായ മണ്ണെടുക്കും. അതിനുശേഷം ഞാൻ ഇത്രയാണ് വളം എടുത്തിരിക്കുന്നത് കേട്ടോ. വേര് പിടിച്ച ചെടിയൊക്കെ മാത്രം അത് ഉപയോഗിച്ചാൽ മതിയേ. വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ചെതലിൻ്റെ ഒക്കെ ശല്യം ഉണ്ടാകും. അതൊക്കെ ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് അതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് വേപ്പിൻ പിണ്ണാക്ക് എല്ലാ ചെടികൾക്കും ഇടുന്നത്. പിന്നെ എന്തെങ്കിലും വേറെ കീടാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നശിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചെടിയിനകത്ത് ഇറക്കി വെച്ചതിന് ശേഷം ഇതൊരു കലാത്തിയാണ്, കലാത്തിയ പ്ലാന്റാണ്. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി.